ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹെമിപ്റ്ററ ഓർഡർ ഹെമിപ്റ്ററയുടെ രണ്ടാമത്തെ സബോർഡറായ ഹോമോപ്റ്ററയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഓർഡർ ഹെമിപ്റ്ററയ്ക്ക് രണ്ട് സബോർഡേഴ്സ് ഉണ്ട്, സബോർഡർ ഹെറ്ററോപ്റ്ററ ആൻഡ് സബോർഡർ ഹോമോപ്റ്ററ. ഓക്കെ, അപ്പോൾ ഹെറ്ററോപ്റ്ററയുടെ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻറ്റ് ഫാമിലീസ് 11 ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പം ആ 11 ഫാമിലീസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സബോർഡർ, which is സബോർഡർ ഹോമോപ്റ്ററ. അപ്പം ഹോമോപ്റ്ററയുടെ ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപുള്ള വീഡിയോയിൽ. ഒന്നും കൂടി പറയാം. അതായത് ദ ഹെഡ് ഈസ് മോർ ഓർ ലെസ് ഡിഫ്ലെക്സ്ഡ്. അപ്പം നമ്മൾ ഹെറ്ററോപ്റ്ററയുടെ കേസസിൽ എടുത്തപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു ഹെഡ് ഈസ് പോറക്റ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഹെഡാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഹോമോപ്റ്ററയിലേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഡിഫ്ലെക്സ്ഡ് ആയിട്ടുള്ള, അതായത് ചെറിയൊരു ആംഗിളിൽ താഴേക്ക് ചെരിഞ്ഞിട്ടായിരിക്കും തലയിരിക്കുന്ന പോലെ. നേരെ ബോഡിക്ക് സ്ട്രെയിറ്റ് ആയിരിക്കില്ല, ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഡിഫ്ലെക്സ്ഡ് ഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ബീക്ക് അറൈസസ് ഫ്രം ദി പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ഹെഡ്. ഇതാണ് ബീക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോസ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് അറൈസസ് ഫ്രം ദി പോസ്റ്റീരിയർ പാർട്ട്. ഹെഡിൻ്റെ താഴെ നിന്നാണ് ഈ ബീക്ക് അറൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ പ്രൊനോട്ടം. പ്രൊനോട്ടം ഈസ് സ്മോൾ. നമ്മൾ ഹെറ്ററോപ്റ്ററയുടെ കേസസിൽ എടുത്തപ്പോഴത്തേക്കും പ്രൊനോട്ടം ലാർജ് ആയിരുന്നു, വെൽ ഡെവലപ്ഡ് ആയിരുന്നു. ഇവരുടെ കേസസിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ കാണുന്നതാണ് പ്രൊനോട്ടം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി സ്മോൾ ആൻഡ് ദ വിങ്സ് ആർ സ്ലോപ്പിംഗ് ഓവർ ദ സൈഡ്സ് ഓഫ് ദി ബോഡി. ഇങ്ങനെ സ്ലോപ്പ് ചെയ്തിട്ട് ബോഡി കവർ ചെയ്തിട്ടായിരിക്കും വിങ്സ് ഇരിക്കുന്നത്. അവരുടെ കേസസിൽ വിങ്സും അബ്ഡോമനും എന്ന് പറയുന്നത് കവർ ചെയ്യണം എന്ന് നിർബന്ധമില്ല. റെഡുവിഡയുടെയൊക്കെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അബ്ഡോമിനൽ മാർജിൻസ് വിങ്സ് കഴിഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവരുടെ കേസസിൽ ഈ വിങ്സ് സ്ലൈഡിലേക്ക് സ്ലോപ്പ് ചെയ്ത് അബ്ഡോമിനെ കവർ ചെയ്തിട്ടായിരിക്കും കാണുന്നത്. ആൻഡ് ഫോർ വിങ്സ് ആർ ഓഫ് യൂണിഫോം കൺസിസ്റ്റൻസി ത്രൂ ഔട്ട്. ഇവർക്ക് ഹെം എലൈട്ര എന്ന് പറയുന്നത് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഫോർ വിങ് എന്ന് പറയുന്നത് യൂണിഫോം കൺസിസ്റ്റൻസി ആയിരിക്കും. പക്ക നമുക്കൊരു ഹെം എലൈട്രലായിട്ട് കാണാനായിട്ട് ഇവരുടെ കേസസിൽ പറ്റത്തില്ല. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ദി ഇമ്പോർട്ടൻറ്റ് ഫാമിലീസ് ഓഫ് ഹോമോപ്റ്ററ. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാമിലി ഓഫ് ഹോമോപ്റ്ററ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിക്കാഡിഡേ. സിക്കാഡിഡേ ഈസ് ദ ഫാമിലി ഓഫ് സിക്കാഡ. പഠിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, ഫാമിലി സിക്കാഡിഡയിൽ വരുന്ന ആളാണ് സിക്കാഡ. സിക്കാഡ എന്ന് പറയുന്നത് ചീവീടാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുറ്റത്തൊക്കെ രാത്രിയിൽ ഈ ചീവീട് ഒച്ച ഉണ്ടാകുന്നില്ലേ, അതെന്ന് പറയുന്നത് ഇതാ ഈ ജീവിയാണ് സിക്കാഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ലാർജ് ഇൻസെക്ട്സ് വിത്ത് മെംബ്രേനിയസ് വിങ്സ്. ഇവിടെ നോക്കി കാണാം, മെംബ്രേനിയസ് വിങ്സ് ആണ് അവർക്കുള്ളത്. ആൻഡ് ദേ ആർ ലാർജ് ഇൻസെക്ട്സ്, വെൽ ഇൻസെക്ട്സ് കേട്ടോ. ദ പ്രൊനോട്ടം ഈസ് ഷോർട്ടർ, നോട്ട് റീച്ചിങ് ഓവർ ടു ദി മീസോനോട്ടം. ഇവർക്കൊരു വെൽ ഡെവലപ്ഡ് സ്ക്യൂട്ടെല്ലാം കാണാനായിട്ട് പറ്റത്തില്ല. ഹെറ്ററോപ്റ്ററയിലെ പോലെ നല്ല ട്രയാങ്കുലർ ഷേപ്പിലൊരു സ്ക്യൂട്ടെല്ലാം ഇവർക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവരുടെ ഈ മീസോനോട്ടം പോർഷൻ, പ്രൊനോട്ടം കഴിഞ്ഞിട്ടുള്ള മീസോനോട്ടം പോർഷനിലാണ് പിന്നിങ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ഹോമോപ്റ്ററയുടെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രൊനോട്ടം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റീച്ചിങ് ഓവർ ദി മീസോനോട്ടം. ദ ഹെഡ് ഈസ് വിത്ത് 3 ഓസെല്ലൈ. ഇതേപോലെ നിങ്ങൾക്ക് കാണാം, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ 3 ഓസെല്ലൈ, കല്ല് പതിപ്പിച്ച പോലെ ഓസെല്ലൈ കാണാം. വിച്ച് ആർ ഗ്രൂപ്ഡ് ടുഗെദർ ഓൺ ദി ക്രൗൺ റീജിയൻ. ഹെഡിൻ്റെ ക്രൗൺ റീജിയനിലാണ്, അതായത് കണ്ണുകൾക്കിടയിലാണ് ഈ ഓസെല്ലൈ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ മെയിൽസ് ഹാവ് സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻസ് അറ്റ് ദ ബേസ് ഓഫ് ദി അബ്ഡമൻ. അപ്പോൾ ചീവീടിന് പേര് വരാൻ കാരണം അത് ആ പ്രത്യേക തരത്തിലൊരു ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ദേ ഹാവ് സ്ട്രിഡുലേറ്ററി ഓർഗൻ. സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗന് പറഞ്ഞ പേരാണ് സ്ട്രിഡുലേറ്ററി ഓർഗൻ. ഓക്കെ, നമ്മൾ ഓർത്തോപ്റ്ററയുടെ ക്യാരക്ടേഴ്സ് പറഞ്ഞപ്പം അതിൽ ഗ്രാസ് ഹോപ്പേഴ്സിൻ്റെ ക്യാരക്ടറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ഹാവ് ബോത്ത് ഓഡിറ്ററി ആൻഡ് സ്ട്രിഡുലേറ്ററി ഓർഗൻസ്. ഓഡിറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ അവരെ കേൾക്കാൻ സഹായിക്കുന്ന ഓർഗനാണ് ഓഡിറ്ററി ഓർഗൻ. ഇനി സ്ട്രിഡുലേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ദേ ആർ സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻസ്. ഓക്കെ, അപ്പം ഈ പർട്ടിക്കുലർ ഇൻസെക്ട് സിക്കാഡാസിൻ്റെ കേസസിൽ മെയിൽസ് ഹാവ് സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻസ്. മെയിൽ ഇൻസെക്ട്സിനാണ് സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻസ് ഉള്ളത്. ഫീമെയിൽസിൽ അത് ആബ്സെൻ്റ് ആണ്, ഫീമെയിൽസിലില്ല. The sound producing organ consists of a pair of large plates, the opercula, covering the cavity containing structures producing the sound.
ഈ സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ എന്ന് പറയുന്നത് അതിന് 2 ലാർജ് പ്ലേറ്റ്സ് ഉണ്ടാവും. അതിനെ ഒരു ഓപ്പർക്കുല വെച്ച്, ഓപ്പർക്കുല എന്ന് പറഞ്ഞാൽ ഒരു കവറിങ് ആണ്, ഇറ്റ് ഈസ് എ കവറിങ്. അതായത് സൗണ്ട് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ ഇരിക്കുന്ന ക്യാവിറ്റിയെ 2 ലാർജ് പ്ലേറ്റ് ലൈക്ക് ഓപ്പർക്കുല വെച്ച് എന്ത് ചെയ്യും, അടച്ചു വെച്ചിരിക്കും, കവർ ചെയ്തിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺ ദി ബേസ് ഓഫ് ദി അബ്ഡമൻ. അബ്ഡമൻ്റെ ബേസിലാണ് കാണുന്നത്, അടിഭാഗത്തായിട്ടാണ് കാണുന്നത്. അത് അടിഭാഗത്തായിട്ട് ഉണ്ടെങ്കിൽ തന്നെ അവർ എന്ത് ചെയ്യും, ആ സ്ട്രിഡുലേറ്ററി ഓർഗൻ, പർട്ടിക്കുലർ ഓർഗൻ ഒരു ക്യാവിറ്റിക്ക് ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്. ആ ക്യാവിറ്റിയെ ഒരു ഓപ്പർക്കുല വെച്ചിട്ട്, ഓപ്പർക്കുല എന്ന് പറഞ്ഞാൽ 2 ലാർജ് പ്ലേറ്റ്സ് ആണ്. ഓക്കെ, ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം. ഇതാ ഈ ലാർജ് പ്ലേറ്റിന് പറയുന്ന പേരാണ് ഓപ്പർക്കുല. ഇവിടെ നോക്കി, അതാ കണ്ടോ, ഈ ഓപ്പർക്കുല വെച്ചിട്ട് എന്താ പറയുക, ഈ ക്യാവിറ്റിയെ കവർ ചെയ്തിട്ടായിരിക്കും എന്ത് കാണുന്നത്, ഈ ക്യാവിറ്റിക്ക് ഉള്ളിലാണ് സ്ട്രിഡുലേറ്ററി ഓർഗൻ കാണുന്നത്. ഇവിടെ ടിമ്പൽസ് എന്ന് പറയുന്ന ഈ സാധനമാണ് സ്ട്രിഡുലേറ്ററി ഓർഗൻ. അതിനെ അവർ ഒരു ഓപ്പർക്കുല വെച്ച് കവർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുന്നത്. കണ്ടോ, ടിമ്പൽ കവർ അല്ലെങ്കിൽ ഓപ്പർക്കുല. ഓക്കെ, in the anterior part of the cavity beneath each operculum is a yellowish membrane. അപ്പോൾ ഓപ്പർക്കുലത്തിൻ്റെ താഴെ ഇനി എന്താണ് സ്ട്രിഡുലേറ്ററി ഓർഗൻ എന്ന് അറിയണ്ടേ? അതിനകത്ത് ആ ക്യാവിറ്റിക്കുള്ളിൽ ആദ്യം കാണുന്നത് എന്തായിരിക്കും, ഒരു യെല്ലോ മെംബ്രെയിൻ ആയിരിക്കും കാണുന്നത്. അതിൻ്റെ താഴെ നമുക്കൊരു ഷൈനിങ് മിറർ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഈ യെല്ലോയിഷ് മെംബ്രെയിൻ്റെ താഴെയായിട്ട് എ ഷൈനിങ് മിറർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ക്യാവിറ്റിയുടെ പോസ്റ്റീരിയർ പാർട്ടിൽ, അതായത് ഈ മെംബ്രെയിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഷൈനിങ് മിറർ കാണാനായിട്ട് പറ്റും. ഇൻ ദി ലാറ്ററൽ വാൾ ഓഫ് ദി ക്യാവിറ്റി ഇസ് എൻ ഓവൽ ഷേപ്ഡ് റിബ്ഡ് സ്ട്രക്ചർ, ദ ടിമ്പർ. ദീസ് ആർ വൈബ്രേറ്റഡ് ബൈ സ്ട്രോങ് മസിൽസ് ടു പ്രൊഡ്യൂസ് ദി സൗണ്ട്. അപ്പം ടിമ്പൽസ് ആണ് സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ. എന്താ കണ്ടോ, റിബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. അതിനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആ ടിമ്പൽസിനെ, ആ റിബ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ടിമ്പൽ. ഓക്കെ, ടിമ്പൽ അത് വൈബ്രേറ്റ് ചെയ്യും, സ്ട്രോങ് മസിൽസ് ഉപയോഗിച്ചിട്ട് ഇവരെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പർട്ടിക്കുലർ ശബ്ദം പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഈച്ച് സ്പീഷീസ് ആർ ഹാവിങ് എ ക്യാരക്ടറിസ്റ്റിക് സൗണ്ട്. ഓക്കെ, അത് ഓരോ സ്പീഷീസ്, സിക്കാഡയിൽ തന്നെ ഒരുപാട് സ്പീഷീസ് ഉണ്ടാവും അല്ലേ, ജീനസ് സിക്കാഡ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇഷ്ടംപോലെ സ്പീഷീസ് ഉണ്ടാവും. ആ ഓരോ സ്പീഷീസിനും അതിൻ്റേതായ ഒരു ക്യാരക്ടറിസ്റ്റിക് സോങ് ഉണ്ടായിരിക്കും. അപ്പം ആൻഡ് ടിംപാനം ഈസ് പ്രസൻറ്റ് ഇൻ ബോത്ത് സെക്സസ്. ടിംപാനം എന്ന് പറയുന്നത് ഹിയറിംഗ് ഓർഗനാണ് ടിംപാനം. ടിംബൽ എന്ന് പറയുന്നത് സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗനാണ്. ടിംപാനം എന്ന് പറയുന്നത് ഓഡിറ്ററി ഓർഗനാണ്, അതായത് ഹിയറിംഗ് ഓർഗനാണ് ടിംപാനം. അത് 2 സെക്സസിലുണ്ട്, അതായത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. പക്ഷെ ടിംബൽ എന്ന് പറയുന്നത് മെയിലിൽ മാത്രമേ കാണത്തുള്ളൂ. അത് സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗനാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ടു അട്രാക്ട് ദി ഫീമെയിൽ. അപ്പോൾ ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൽസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർക്കൊരു സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫീമെയിൽസിൽ ഈ ഓർഗൻ ആബ്സെൻ്റ് ആയിരിക്കും. So, in males, the song is produced by an organ located in the ventral side of the basal abdominal segments. ബേസൽ തൊറാക്സ് കഴിഞ്ഞിട്ടുള്ള സെഗ്മെൻറ്റ്സിനാണ് ബേസൽ അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് എന്തിരിക്കുന്നത്, ഈ ടിംബൽസ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ ഉണ്ട്. ആൻഡ് ഫീമെയിൽസ് ആർ വിത്തൗട്ട് ടിംബൽസ്. ഫീമെയിൽസ് ടിംബൽസ് ആബ്സെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, the wings are transparent, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് മെമ്പറേനിയസ് ആയിരിക്കും. ആൻഡ് ദ എഗ്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദ twigs by the female. ഫീമെയിൽസ് എഗ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് തടിയിലായിരിക്കും. തടിയിൽ ട്രീഡ് ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ട്വിഗ്സിലായിരിക്കും ഇവർ എഗ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. ആൻഡ് nymphs drop to the ground, enter the soil and feed on the root sap. അപ്പം ഇത് വേണമെങ്കിൽ നമുക്കൊരു പെസ്റ്റായിട്ട് പറയാം. അതായത് പ്ലാന്റിൻ്റെ റൂട്ട് സാപ്പാണ് ഇതിൻ്റെ നിംസ് സക്ക് ചെയ്ത് കുടിക്കുന്നത്. അപ്പം ട്രീയുടെ ട്വിഗ്സിൽ എഗ്ഗിനെ ഇൻസേർട്ട് ചെയ്യും. അതിൽ നിന്നും ഹാച്ച് ഔട്ട് ചെയ്യുന്ന നിംസ് താഴെ ഗ്രൗണ്ടിൽ വീഴും. സോയിലിൽ എൻ്റർ ചെയ്തിട്ട് അടിയിലുള്ള റൂട്ട് സോണിൽ ചെന്ന് റൂട്ടിൽ നിന്നും സാപ്പ് ഫീഡ് ചെയ്യും. ഓക്കെ, the anterior femora of the nymph is thickened with the spines beneath and are suited for digging the soil. അപ്പോൾ അവർക്ക് മണ്ണിൽ വീഴുന്ന നിംസിന് മണ്ണ് തുരന്ന് അകത്ത് പോയി റൂട്ട് സോണിൽ എത്തണം. അപ്പോൾ അതിന് പരുവത്തിലുള്ള ഒരു സ്പൈൻ ലൈക്ക് ഫെമോറയായിരിക്കും, ഫീമറായിരിക്കും ഈ നിംസിന് ഉള്ളത്. ലൈഫ് സൈക്കിൾ ഓഫ് പീരിയോഡിക്കൽ സിക്കാഡ ലാസ്റ്റ് ഫോർ
13 to 17 ഇയേഴ്സ്. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 13 മുതൽ 17 ഇയേഴ്സ് വരെ ഇതിന് ജീവിക്കാനുള്ള കഴിവ് ഉണ്ട്. പീരിയോഡിക്കൽ സിക്കാഡസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സബ് ഓർഡർ ഹോമോപ്റ്ററയുടെ ഫസ്റ്റ് ഫാമിലി സിക്കാഡിഡേ. ഫാമിലി ഓഫ് സിക്കാഡ. സിക്കാഡയുടെ ഫാമിലിയാണ് സിക്കാഡിഡേ. ഓക്കെ, നെക്സ്റ്റ് ഫാമിലി ഈസ് ഫാമിലി മെംബ്രാസിഡേ. ഫാമിലി ഓഫ് കൗബഗ്സ്. കൗബഗിൻ്റെ ഫാമിലിയാണ് ഫാമിലി മെംബ്രാസിഡേ. ഹിയർ ദ ഹെഡ് ഈസ് മോഡിഫൈഡ് വിത്ത് എ ക്രൗൺ. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഈ പയറിലൊക്കെ. പയറെന്ന് പറഞ്ഞാൽ റെഡ് ഗ്രാമിൻ്റെ മേജർ പെസ്റ്റായിട്ടാണ് ഈ മെംബ്രാസിഡേ പറയുന്നത്. എങ്കിലും പൾസസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പെസ്റ്റാണ് ഈ കൗബഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോഡിഫൈഡ് ഇൻ ടു എ ക്രൗൺ. ഒരു കിരീടം പോലെ മോഡിഫൈഡ് ആയിട്ടായിരിക്കും ഇവരുടെ ഹെഡ് ഇരിക്കുന്നത്. And pronotum is enlarged and bearing a spine-like process that covers the head and extends back over the abdomen and assumes a peculiar shape. ഓക്കെ, ഈ ക്രൗൺ എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ട്, ഹെഡിൽ കാണുന്ന ഈ ക്രൗൺ ഹെഡിൻ്റെ മോഡിഫിക്കേഷൻ അല്ല, അത് പ്രൊനോട്ടത്തിൻ്റെ മോഡിഫിക്കേഷനാണ്. ഓക്കെ, അത് ഹെഡിനെ കവർ ചെയ്തിട്ട്, പ്രൊനോട്ടം ഹെഡിനെ കവർ ചെയ്തിട്ടാണ് ഈ സ്പൈൻ ലൈക്ക് സ്ട്രക്ചർ എക്സ്റ്റെൻഡിങ് അപ് ടു ദി അബ്ഡോമൻ. അബ്ഡോമൻ്റെ അറ്റം വരെ ഇത് ഈ സ്പൈൻ ലൈക്ക് പ്രോസസ്സ് എക്സ്റ്റെൻഡ് ആവും. ഓക്കെ, അപ്പം ഈ ക്രൗൺ എന്ന് പറയുന്നത് പ്രൊനോട്ടത്തിൻ്റെ മോഡിഫിക്കേഷനാണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഹെഡിൻ്റെ മോഡിഫിക്കേഷൻ അല്ല, പ്രൊനോട്ടത്തിൻ്റെ മോഡിഫിക്കേഷനാണ്. കൗബഗിൽ കാണുന്ന ക്രൗൺ എന്ന് പറയുന്നത് പ്രൊനോട്ടത്തിൻ്റെ മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, ആൻഡ് ദ വിങ്സ് ആർ കൺസീൽഡ് ബൈ ദി പ്രൊനോട്ടം. ഇത് പ്രൊനോട്ടത്തിൻ്റെ ഉള്ളിൽ കൺസീൽഡ് ആയിട്ടായിരിക്കും എന്തിരിക്കുന്നത്, വിങ്സ് കാണുന്നത്. ഇറ്റ് ഈസ് എ മേജർ പെസ്റ്റ് ഓഫ് റെഡ് ഗ്രാം. റെഡ് ഗ്രാമിൻ്റെ പെസ്റ്റാണ്. ആൻഡ് നിംസ് ആൻഡ് അഡൽട്സ് സക്ക് ട്രീ സാപ്പ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, നിംസും അഡൽട്സും എന്ത് ചെയ്യും, ട്രീയിൽ നിന്നും. റെഡ് ഗ്രാം എന്ന് പറയുന്നത് തുവരപ്പരിപ്പാണ്. റെഡ് ഗ്രാം എന്ന് പറയുന്നത് അത് അത്യാവശ്യം നല്ല മരമാകുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പം വുഡി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൽ നിന്നും നിംസും അഡൽസും ആ ബ്രാഞ്ചസിൽ നിന്ന് എന്ത് ചെയ്യും, ട്രീ സാപ്പ് സക്ക് ചെയ്തെടുക്കും. ആൻഡ് ആർ കോമൺലി അറ്റൻഡഡ് ബൈ ഹാൻഡ്സ് ഫോർ ദർ ഹണി ഡ്യൂ. ഇപ്പം ഹോമോപ്റ്ററൽ ഇൻസെക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ ഹണി ഡ്യൂ സെക്രേറ്റ് ചെയ്യും. ആ ഹണി ഡ്യൂ എടുക്കാൻ വേണ്ടി ആൻസ് വരികയും ചെയ്യും. സോ ദേ ആർ കോമൺലി അറ്റൻഡഡ് ബൈ ആൻസ് ഫോർ ദർ ഹണി ഡ്യൂ. ഇതാണ് ഫാമിലി മെംബ്രാസിഡേ. ഓക്കെ, ഫാമിലി മെംബ്രാസിഡേ. ഇത് കോമൺ ആയിട്ട് നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു ഇൻസെക്റ്റാണ് കൗബഗ് എന്ന് പറയുന്നത്. ദെൻ ഫാമിലി സിക്കാഡെല്ലിഡേ. സിക്കാഡെല്ലിഡേ ആദ്യം നമ്മൾ പഠിച്ചത് സിക്കാഡിഡേ, ഇത് സിക്കാഡെല്ലിഡേ. ഓക്കെ, ഇത് ലീഫ് ഹോപ്പേഴ്സിൻ്റെ ഫാമിലിയാണ്. ലീഫ് ഹോപ്പേഴ്സ്, ജാസിഡ്സ് അങ്ങനെയുള്ളവരുടെ ഫാമിലിയാണ്. തീരെ ചെറിയ ഇൻസെക്ട്സ് ആണ് ഈ ലീഫ് ഹോപ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈസ് ഫീൽഡിലൊക്കെ പോയാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ദേ ആർ സ്ലെൻഡർ ആൻഡ് ദ ബോഡി ഈസ് ടേപ്പറിങ് പോസ്റ്റീരിയർലി. ടേപ്പറിങ് എന്ന് പറഞ്ഞാൽ കൂർത്തിരിക്കും. അബ്ഡോമൻ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ കൂർത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് ടേപ്പറിങ് ബോഡി എന്ന് പറയുന്നത്. അപ്പം സ്ലെൻഡറാണ്. ആൻഡ് ദേ ഹാവ് വെഡ്ജ് ഷേപ്ഡ് ബോഡി. നമ്മൾ ഈ വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ വി ആകൃതിയിലുള്ള കട്ടുണ്ടാവുമല്ലോ, വി ആകൃതിയിൽ കട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ, ഇപ്പോൾ ഒരു തടി പലക നമ്മളിങ്ങനെ വി ആകൃതിയിൽ കട്ട് ചെയ്ത് മാറ്റിയെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കട്ട് ചെയ്ത് മാറ്റുന്ന സാധനത്തിനാണ് വെഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെഡ്ജ് ഷേപ്ഡ് ബോഡി ആയിരിക്കും ഇവർക്ക് ഉള്ളത്. അതുകൊണ്ടാണ് അവരുടെ അബ്ഡോമൻ ഇങ്ങനെ ടേപ്പറിങ് ആണ് എന്ന് പറയുന്നത്. ദെൻ ദ ഹൈൻഡ് ടിബിയ ഈസ് വിത്ത് ഡബിൾ റോസ് ഓഫ് സ്പൈൻസ്. കാണുന്നത് ഹൈൻഡ് ടിബിയയിൽ ഡബിൾ റോ സ്പൈൻസ് ഉണ്ടാവും. ഹൈൻഡ് ടിബിയ, ഹൈൻഡ് ലെഗിൻ്റെ ടിബിയയിൽ സ്പൈൻസ് ഉണ്ടാവും. അതും ഡബിൾ റോയിലായിരിക്കും, 2 റോസ് ആയിട്ടായിരിക്കും ഈ സ്പൈൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. ഇറ്റ് ഈസ് എ മേജർ പെസ്റ്റാണ്. റൈസിൻ്റെ തന്നെ ഇത് ലീഫ് ഹോപ്പേഴ്സ് എന്ന് പറയുന്നത് പെസ്റ്റിൻ്റെ ഫാമിലിയാണ്. ഓക്കെ, സിക്കാഡെല്ലിഡേ എന്ന് പറയുന്നത് പെസ്റ്റ് ഫാമിലിയാണ്. ആൻഡ് ദേ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ആക്ട് ആസ് വെക്ടേഴ്സ് ഓഫ് ഡിസീസസ്. വൈറൽ ഡിസീസസിനെയും ഫൈറ്റോപ്ലാസ്മൽ ഡിസീസസ് അങ്ങനെയുള്ള ഡിസീസസിൻ്റെ വെക്ടറായിട്ട് ആക്ട് ചെയ്യും, ഈ സിക്കാഡെല്ലിഡേ ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരുടെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫീൽഡിലുണ്ടാകുന്ന വൈറൽ ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം എക്സാമ്പിൾ നെഫോടെറ്റിക്സ് വൈറസൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ പെസ്റ്റിൻ്റെ ചാപ്റ്ററാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആ ചാപ്റ്ററിൽ
നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പേരാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഫോറ്ററ്റിക്സ് വൈറസൻസ് വിച്ച് ഈസ് ദി ഗ്രീൻ ലീഫ് ഹോപ്പർ. ഗ്രീൻ ലീഫ് ഹോപ്പർ ആണ് നെഫോറ്ററ്റിക്സ് വൈറസൻസ്, അറിഞ്ഞിരിക്കണം. ആൻഡ് ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ദി തുംഗ്രോ ഡിസീസ് ഇൻ റൈസ്. തുംഗ്രോ ഡിസീസ് എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസാണ്. അത് റൈസിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഗ്രീൻ ലീഫ് ഹോപ്പർ നെഫോറ്ററ്റിക്സ് വൈറസൻസ് ആണ്. നെഫോറ്ററ്റിക്സ് വൈറസൻസ് ആണ്. ഇറ്റ് ഈസ് ദ വെക്ടർ ഓഫ് തുംഗ്രോ ഡിസീസ് ഇൻ റൈസ് വിച്ച് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 95% ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ നെഫോറ്ററ്റിക്സ് വൈറസൻസ്, അറിഞ്ഞിരിക്കണം. സോ ഇറ്റ് ഈസ് ദ ഫാമിലി സിക്കാഡെല്ലിഡേ, ഫാമിലി ഓഫ് ലീഫ് ഹോപ്പേഴ്സ് അല്ലെങ്കിൽ ജാസറ്റ്സ്. Next is the family Cercopidae. Cercopidae is the family of spittlebugs അല്ലെങ്കിൽ frog hoppers. Spittlebug അല്ലെങ്കിൽ frog hoppers നമ്മുടെ ബനാനയിൽ കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പെസ്റ്റ് ആണെന്ന് പറയാം, ഒരു ഇൻസെക്റ്റ് ആണ് ഈ സ്പിറ്റിൽബഗ്സ് എന്ന് പറയുന്നത്. ദേ ആർ പെസ്റ്റ് ഓൾസോ, ബട്ട് മേജർ പെസ്റ്റ് അല്ല, മൈനർ പെസ്റ്റ് ആണ് സ്പിറ്റിൽബഗ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ നോൺ as frog hoppers. The head is narrower than the pronotum, about as wide as the anterior margin of the scutella. ഓക്കെ, സ്ക്യൂട്ടല്ലത്തിൻ്റെ ആൻറ്റീരിയർ മാർജിനോട് എന്തുവാ, ആൻറ്റീരിയർ മാർജിൻ്റെ അത്രയും വൈഡ് ആയിരിക്കും ഹെഡ്, പക്ഷെ പ്രൊനോട്ടത്തിനേക്കാളും എന്തായിരിക്കും, നാരോ ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രൊനോട്ടം എന്ന് പറയുന്നത് ഈ കറുത്ത പോർഷനാണ് പ്രൊനോട്ടം എന്ന് പറയുന്നത്. അപ്പം പ്രൊനോട്ടത്തിനേക്കാളും എന്തായിരിക്കും, നാരോവർ ആയിരിക്കും. പക്ഷേ ഈ സ്ക്യൂട്ടല്ലത്തിൻ്റെ ആൻറ്റീരിയർ പോർഷൻ, മുകളിലത്തെ പോർഷനോട് ഏകദേശം അത്രത്തോളം വിഡ്ത്തുണ്ടാവും ഹെഡിന്. ആൻഡ് ദ പ്രൊനോട്ടം ഈസ് ഹെക്സഗോണൽ. പ്രൊനോട്ടം എന്ന് പറയുന്നത് ഹെക്സഗോണൽ ഷേപ്പിലായിരിക്കും. ദെൻ ഹൈൻഡ് ടിബിയ ഈസ് വിത്ത് 1 or 2 stout spines and 2 complete rows of spines. അതാണ് നമ്മൾ മുൻപേയും കണ്ടത്. ഓക്കെ, 1 or 2 ഷാർപ്പ് സ്പൈൻസ് ഉണ്ടാവും ആൻഡ് എ സീരീസ് ഓഫ് 2 complete rows of സ്പൈൻസും ഉണ്ടാവും. ഇതാണ് കംപ്ലീറ്റ് റോ. ഇത് ഇങ്ങനെ ചുറ്റി വരും. ഇതാണ് 2 complete rows of spines എന്ന് പറയുന്നത്. ആൻഡ് ഹൈൻഡ് കോക്സേ ഈസ് ഷോർട്ട് ആൻഡ് കോണിക്കൽ. നിംസ് ലിവ് ഇൻസൈഡ് ഓഫ് ഫ്രോത്ത്. ഇവിടെ സ്പിറ്റിൽ ബഗ്സ് എന്ന് പറയാൻ കാരണം, സ്പിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമല്ലോ, തുപ്പലിനെയാണ് നമ്മൾ സ്പിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ എഗ് മാസ് അല്ലെങ്കിൽ ഇവരുടെ നിംസ് കാണുന്നത് ഈ ഇതുപോലുള്ള ഫ്രോത്തി ആയിട്ടുള്ള ഒരു കവറിങ്ങിനായി അകത്തായിരിക്കും ഈ നിംസ് കാണുന്നത്. ഓക്കെ, ആ ഫ്രോത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലിക്വിഡ് ഫ്രം ദി അലിമെൻ്ററി കനാൽ. അലിമെൻ്ററി കനാലിൽ നിന്നുള്ള ലിക്വിഡ്. ഇവർ ഇപ്പോൾ ഹോമോപ്റ്ററൽ ഇൻസെക്ട്സ് ആയതുകൊണ്ട് ഇവർക്ക് എക്സ്ട്രാ എന്തുണ്ടാവും, വെള്ളം കൂടുതലുണ്ടാവും. കാരണം ഇവർ സാപ്പ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് വാട്ടർ എക്സസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് ഫിൽറ്റർ ചേമ്പർ മെക്കാനിസവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം അതെന്ന് പറയുന്നത്, അപ്പോൾ ആ ലിക്വിഡ് എടുക്കും, എക്സസ് ആയി വരുന്ന ഫ്ലൂയിഡ്. എന്നാൽ അലിമെൻ്ററി കനാലിൽ നിന്നുള്ള എക്സസ് ആയിട്ട് വരുന്ന ഫ്ലൂയിഡ്, അതാണ് ലിക്വിഡ് ഫ്രം ദി അലിമെൻ്ററി കനാൽ, പ്ലസ് ദി മ്യൂസിലാജിനസ് സബ്സ്റ്റൻസ് ഫ്രം ദി എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. എക്സോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂസിലാജിനസ് സബ്സ്റ്റൻസ്, ഇത് രണ്ടും കൂടി ചേർന്ന് നന്നായിട്ട് ഒരു കോഡൽ അപ്പൻഡേജ് വെച്ച് അവരത് ബീറ്റ് ചെയ്യും. നമ്മളിങ്ങനെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന പോലെ, മുട്ടയൊക്കെ കേക്ക് ഉണ്ടാക്കാൻ നേരത്ത് ബീറ്റ് ചെയ്യുന്ന പോലെ ഈ 2 സാധനം കൂടി വെച്ച് അവർ നന്നായിട്ട് ബീറ്റ് ചെയ്യും. അങ്ങനെ ബീറ്റ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് ഈ ഫ്രോത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇവർ എഗ്ഗും ഡെപ്പോസിറ്റ് ചെയ്യുന്നതും അവരുടെ നിംസ് ലിവ് ചെയ്യുന്നതും ഈ ഫ്രോത്തി മെറ്റീരിയലിൻ്റെ ഉള്ളിലായിരിക്കും. നിങ്ങൾ ഈ നമ്മൾ പറമ്പിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റും, ഈ വെള്ള കളറിൽ ഫ്രോത്തി ആയിട്ട് പത പോലെ ഇങ്ങനെ പ്ലാന്റിൻ്റെയൊക്കെ ഇലകളുടെ ഇടയിലും അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ അവിടെയും ഒക്കെ നിങ്ങൾക്ക് പിറ്റിയോളിൻ്റെ ഭാഗത്തും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രോത്തി സബ്സ്റ്റൻസ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അത് ഇതിൻ്റെ സെക്രീഷനാണ്, ഈ സ്പിറ്റൽ ബങ്ങിൻ്റെ സെക്രീഷനാണ് ആ ഫ്രോത്തി മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് അവർ എഗ്ഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ നിംസ് വളരുന്നതും ആ ഫ്രോത്തി മെറ്റീരിയലിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇറ്റ് സെർവ്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആൻഡ് റെഡ്യൂസസ് ഇവാപ്പറേഷൻ. അതാണ് ഈ ഫ്രോത്തി മെറ്റീരിയലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് ആൻഡ് ഓൾസോ ഇറ്റ് റെഡ്യൂസസ് ദി ഇവാപ്പറേഷൻ. അപ്പോൾ ഇതാണ് സ്പിറ്റിൽ ബഗ്സ്. നിങ്ങൾ ബനാനയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇൻസെക്റ്റാണ് സ്പിറ്റിൽ ബഗ് എന്ന് പറയുന്നത്. ഇലയുടെ അടിയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫാമിലി സെർക്കോപ്പിഡേ സ്പിറ്റിൽ ബഗ്സ് അല്ലെങ്കിൽ ഫ്രോഗ് ഹോപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. താങ്ക് യു.